തിരുവനന്തപുരത്ത് ബ്ലേഡ് മാഫിയയുടെ ഭീഷണിയിൽ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിയതിനെ തുടർന്ന് വധു ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തിരുവനന്തപുരം വർക്കലയിലാണ് സംഭവം. വധുവിൻ്റെ അമ്മ വായ്പ എടുത്തവർ വരനെ ഭീഷണിപ്പെടുത്തി. തുടർന്ന് വരൻ കല്യാണത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അവരൊക്കെ എന്തോ ചോദിക്കുന്നു, എന്തോ എങ്ങനെ മോളെ മുടങ്ങിയെന്ന് ചോദിക്കൂലേ? ഇപ്പൊ എല്ലാരും എന്നോട് ചോദിക്കൂലേ? ഇവരെ ഈ പോയവരാ എൻ്റെ കൊച്ചിൻ്റെ കല്യാണം ഇനിയിപ്പോൾ നടന്നില്ലെങ്കിലും എനിക്ക് സമാധാനം. ഇവരെ ഞാനും എൻ്റെ മോളോട് ചേർന്നവരാ ജയിലിനകത്താക്കണം, എനിക്കാക്കണം. ഇനി ഒരു കൊച്ചുങ്ങൾക്കും ഇങ്ങനെ ഒരു ഗതി ഉണ്ടാവല്ലേ. എല്ലാ അച്ഛനും അമ്മയ്ക്കും മക്കളെ വളർത്തി ഒരു കുടുംബം നോക്കി വരുമ്പോൾ ബാധ്യത ഉണ്ടാവും. ഗൾഫിൽ നിന്നും ആരും പോയി എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നവരല്ല. അപ്പം ബാധ്യതയ്ക്ക് നമ്മൾ ചിലപ്പോൾ പലിശയ്ക്ക് 1 ലക്ഷം രൂപയായിരിക്കും നമ്മൾ പലിശയ്ക്ക് എടുക്കുന്നത്. അവർക്ക് പലിശ കൊടുത്ത് നമ്മൾ 10 ലക്ഷം രൂപയോളം നമ്മൾ കടക്കാറാവും. അപ്പം അങ്ങനെയുള്ള പലിശയ്ക്ക് 10 രൂപ പലിശയ്ക്ക് 10 രൂപ പലിശയ്ക്ക് 10 രൂപ പലിശ എല്ലാ ഗൂഗിൾ പേയിലും ഉണ്ട് ഇട്ട് കൊടുത്തത്. ഗൂഗിൾ പേയിൽ പലിശയും മുതലും എല്ലാം ഇട്ട് കൊടുത്തത് എല്ലാ രേഖകളും എൻ്റെ ഉണ്ട്. തീർച്ചയായും ഷീജ വിവരങ്ങൾ വെച്ചിരിക്കുകയാണ്. ഷീജ, ബ്ലേഡ് മാഫിയയുടെ ഇടപെടലിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങുന്നു, അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? എന്തൊക്കെയാണ് പോലീസ് ഇതിൽ എടുത്ത നടപടികൾ? തീർച്ചയായും മജിംഷാദ്, അതായത് തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപമുള്ള കല്ലമ്പലത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് കല്ലമ്പലം സ്വദേശിയായ 23 വയസ്സുള്ള പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം ജീവനൊടുക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഈ കുട്ടി നിലവിൽ ഗുരുതരാവസ്ഥയിൽ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നത് കൊല്ലം സ്വദേശിയായിട്ടുള്ള യുവാവുമായിട്ടായിരുന്നു. എന്നാൽ ഈ യുവാവിന്റെ വീട്ടിലേക്ക് ബ്ലേഡ് മാഫിയ സംഘം എത്തുകയായിരുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയുടെ മാതാവ് തങ്ങൾക്ക് പണം നൽകാനുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആ പണം ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ യുവാവിനോട് വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്നും ആവശ്യപ്പെട്ടു. പിന്മാറാത്ത പക്ഷം കൊന്നുകളയും എന്നായിരുന്നു ഭീഷണിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് യുവാവ് വിവാഹത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എഫ്ഐആറിൽ ഈ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യുവാവിന്റെ വീട്ടിലെത്തി യുവാവിനെ ഭീഷണിപ്പെടുത്തിയ സംഘത്തിന് നേരെ കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും കല്ലമ്പലം ഞെക്കാട് സ്വദേശികളായിട്ടുള്ള സുനി, നിഷ, അൻസാരി, ബ്രൗൺ, രമണി തുടങ്ങിയ കണ്ടാലറിയുന്നവർക്കെതിരെയാണ് നിലവിൽ ഇപ്പോൾ കല്ലമ്പലം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും ഈ പെൺകുട്ടിയുടെ അമ്മ പറയുന്നുണ്ട്, ഇത്തരത്തിൽ കടബാധ്യതയുണ്ടെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ അതിനുള്ള പലിശയടക്കം നൽകുന്നുണ്ടായിരുന്നു. അനാവശ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. തന്റെ മകളുടെ ജീവൻ അപകടത്തിലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ള കാര്യം അമ്മയും വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പെൺകുട്ടിയുടെ മൊഴിയും ആശുപത്രിയിലെത്തി നിലവിൽ ഇപ്പോൾ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, കൊള്ളപ്പലിശയാണ്. 100 രൂപയ്ക്ക് 10 രൂപ പലിശ എന്ന നിരക്കിലാണ് അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പെൺകുട്ടിയുടെ ബന്ധു തന്നെ നമ്മളോട് പറഞ്ഞ വാക്കുകളും കേട്ടു. ക്രൂരമായ രീതിയിലുള്ള ഇടപെടലുകളാണ്. എന്നിട്ട് ആ കുട്ടിയുടെ കല്യാണം മുടക്കുന്നു. ഈ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ എന്താണ് ഇപ്പോൾ? നിലവിൽ ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ ആരോഗ്യാവസ്ഥ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണെങ്കിൽ പോലും ആശുപത്രിയിൽ എത്തിച്ച സമയത്തിനേക്കാൾ ആരോഗ്യനില അപകടാവസ്ഥ തരണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ജനുവരി 1-നായിരുന്നു ഈ പെൺകുട്ടിയുടെ വിവാഹം തീരുമാനിച്ചിരുന്നത്. ആ വിവാഹമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബ്ലേഡ് മാഫിയയുടെ ഭീഷണിപ്പെടുത്തലിനെ തുടർന്ന് മുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയതും ആ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിലേക്കടക്കം കാര്യങ്ങൾ എത്തി നിൽക്കുന്നതും. ഏതായാലും പോലീസ് ഈ സംഘത്തിൽ ഭീഷണിപ്പെടുത്താൻ വേണ്ടി എത്തിയ സംഘത്തിലുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികൾ അത് ഉടൻ തന്നെ ഉണ്ടാകും എന്നുകൂടി പോലീസിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്നു. ജിംഷാദ്, ഈ വർക്കലയിൽ പൈസ കടം കൊടുത്തതുമായി ബന്ധപ്പെട്ട്, അതായത് വധുവിന്റെ അമ്മയ്ക്ക് പൈസ കടം കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഈ ബ്ലേഡ് മാഫിയ കൊല്ലത്തെ വരന്റെ വീട്ടിൽ പോയാണ് ഭീഷണിപ്പെടുത്തുന്നത്, അല്ലേ? അപ്പോൾ ബോധപൂർവം കല്യാണം മുടക്കുക, അവരെ ദ്രോഹിക്കുക എന്നത് തന്നെയാണ്. തീർച്ചയായും അജിംഷാദ്, അത് അങ്ങനെ തന്നെയാണ്. കാരണം ഈ ബ്ലേഡ് മാഫിയ സംഘം അതായത് ഏകദേശം ഒരു 3 വാഹനങ്ങളിലായി ഈ കൊല്ലത്തെ ഈ വിവാഹം നിശ്ചയിച്ചിരുന്ന ഈ പെൺകുട്ടിയുമായി വിവാഹം നിശ്ചയിച്ചിരുന്ന യുവാവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. തുടർന്നാണ് അവിടെ എത്തി വലിയ തോതിൽ ഭീഷണി മുഴക്കുന്നത്. അതായത് ഭീഷണിയിൽ ഇവർ പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ അമ്മ തങ്ങളിൽ നിന്നും പണം വായ്പയ്ക്ക് എടുത്തിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള തുക തിരിച്ച് നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പണം ലഭിക്കാത്ത സാഹചര്യത്തിൽ വിവാഹത്തിൽ
നിന്നും പിന്മാറണമെന്ന് ആദ്യം ഈ യുവാവിനോട് ആവശ്യപ്പെടുന്നു. പിന്മാറാത്ത പക്ഷം ഈ യുവാവിനെ കൊന്നുകളയും എന്നുള്ള ഭീഷണിയാണ് മുഴക്കുന്നത്. അത് 3 വാഹനങ്ങളിലായി എത്തിയ ഗുണ്ടാ സംഘമാണ്, ഈ ബ്ലേഡ് മാഫിയ സംഘമാണ് ഇത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയത്. അതേ തുടർന്നാണ് ഈ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും അത് ഈ വിവാഹം മുടങ്ങി എന്നറിഞ്ഞതിന്റെ മനോവിഷമത്തിൽ തന്നെയാണ് ആ പെൺകുട്ടി ഇപ്പോൾ ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും കടുത്ത നടപടികൾ എടുത്ത് മുമ്പോട്ട് പോകുമെന്നാണ് പോലീസും അറിയിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഈ ബ്ലേഡ് മാഫിയക്കെതിരായി ഇപ്പോൾ പോലീസ് ആസൂത്രണം ചെയ്യുന്ന നടപടി? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ ഷിജ? തീർച്ചയായും ഇപ്പോൾ ഏതായാലും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വർക്കല ഡിവൈഎസ്പി ഗോപകുമാർ ആശുപത്രിയിലെത്തി പെൺകുട്ടിയോട് വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ കുറച്ചുപേരെ, ഈ 3 വാഹനങ്ങളിലായി എത്തിയിട്ടുള്ളവരിൽ കുറച്ചുപേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ഈ ബ്ലേഡ് മാഫിയ സംഘം 3 വാഹനങ്ങളിലായി എത്തിയവർ ആരൊക്കെ എന്നുള്ളത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ അവരെ കസ്റ്റഡിയിലെടുക്കുന്ന നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വരന്റെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുന്നതാണോ ബ്ലേഡ് മാഫിയ? ആ ബ്ലേഡ് മാഫിയ സംഘം അവിടെ എത്തി ഭീഷണി മുഴക്കുന്ന, അത് ആ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയും ഭീഷണി മുഴക്കുന്ന രീതിയിലുള്ള നടപടികൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അതിന്റെ ആ ദൃശ്യങ്ങളാണ് ഇവർ ബ്ലേഡ് മാഫിയ സംഘം ഈ പയ്യന്റെ, അതായത് ഈ യുവാവിന്റെ വീട്ടിലെത്തിയതിന്റെ അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടാൽ അറിയുന്നവർ ആരൊക്കെ എന്നുള്ളത് സംബന്ധിച്ചുള്ളതിൽ കൃത്യമായിട്ടുള്ള ധാരണ അത് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ബ്ലേഡ് മാഫിയയുടെ ക്രൂരത, ഒടുവിൽ കല്യാണം മുടങ്ങിയതിൻ്റെ ദുഃഖത്തിൽ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പോലീസ് കർശന നടപടിയുമായി മുമ്പോട്ട്. ഇതിൻ്റെയൊക്കെ വിവരങ്ങളാണ്, ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് ഷീജ നൽകിയത്.